കേനൂസിൻ്റെ കണ്ണാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. അങ്കത്തട്ട് എന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിശകലന പരിപാടി ഇന്ന് ആരംഭിക്കുകയാണ്. രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളാണ് ആദ്യ ദിവസം നമ്മോട് സംവദിക്കുന്നത്. അതിനുശേഷം എല്ലാ വാർഡുകളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കേനൂസ് കണ്ണാടിയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. കരുവാരകുണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും മുൻ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ആബിദ് അലിയാണ് കേനൂസിനോടൊപ്പം ഇന്ന് ചേരുന്നത്. കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഈ തിരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് എന്നാണ് പൊതുവെ പ്രവർത്തകരിൽ നിന്നറിയുന്നത്. ഒരുക്കങ്ങൾ എവിടം വരെയായി? 100% പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള എല്ലാ സംവിധാനങ്ങളും UDF ഭാഗം തയ്യാറായിട്ടുണ്ട്. കരുവാരകുണ്ട് പഞ്ചായത്ത് 24 വാർഡുകളിലും 99% പ്രശ്നങ്ങളൊന്നും ഈ പ്രാവശ്യം UDF ഇല്ല. എന്നാൽ ചെറിയതുണ്ട്, അതൊക്കെ എത്ര പെട്ടെന്ന് പറഞ്ഞു തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലാണ്. കരുവാരകുണ്ട് പഞ്ചായത്തിലെ ഭരണം തിരിച്ചു പിടിക്കാനുള്ളതാണ് ഞങ്ങൾ ഏറ്റവും വലിയ ലക്ഷ്യം. കാരണം കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് പ്രദേശത്ത് ആണ് UDF. അതിൻ്റെ ഒരു വലിയ നഷ്ടം കരുവാരകുണ്ട് ജനങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം എനിക്ക് പറയാനുള്ളത്, ഈ 5 വർഷക്കാലം ഈ പഞ്ചായത്തിൻ്റെ ഭരണത്തിൽ ജനങ്ങളെ മുമ്പിൽ വെക്കാനുള്ള എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ഈ ഭരണസമിതിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഒറ്റക്ക് 13 സീറ്റോടുകൂടെ ബഹുഭൂരിപക്ഷത്തിലൂടെ വന്ന് CPM-ന് ഈ പഞ്ചായത്തിന്റെ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഞങ്ങൾ UDF തുടക്കം കുറിച്ച ഒന്നാണ് ഫയർ സ്റ്റേഷൻ. അത് ഞങ്ങൾ തുടക്കം കുറിച്ചു ഞങ്ങളെ UDF-ന്റെ കാലത്ത്. അതുപോലെ തന്നെ സബ് സ്റ്റേഷന് വേണ്ടിങ്ങാണ്ട് സ്ഥലം ഏതാണ്ട് കണ്ട് എത്തിയിരുന്നു. അതും ഇവരെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനില്ല. ഇപ്പൊ 5 വർഷത്തോടെ ഭരണം കഴിയാറായപ്പോൾ പല സ്ഥലങ്ങളിലും ഇവർ പോയി നോക്കിയെങ്കിലും അത് യാഥാർത്ഥ്യമാക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ വളരെ ഒരു ആത്മവിശ്വാസത്തോടെ സന്തോഷത്തോടെ കൊണ്ടുവന്ന 2 പദ്ധതിയായിരുന്നു കരുവാരകുണ്ടുകാരുടെ ചിരകാല സ്വപ്നമായിരുന്ന 2 ടൂറിസം പദ്ധതി. പിന്നെ എന്താണ് അവിടുത്തെ അവസ്ഥ? ആ പാർക്കിലേക്ക് ചെന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ബന്ധും കൂടിയായ ടൂറിസം മന്ത്രിയാണ് റിയാസ്. അത് ആ വകുപ്പ് കൈകാര്യം CPM ആണ്, ഒരു ഘടകകക്ഷി പോലുമല്ല. എന്നിട്ട് എന്തുകൊണ്ട് ഈ പദ്ധതികൾ അവര് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല? പുഴയിലെ മണ്ണും ചളിയും നീക്കുന്നതിന് വേണ്ടി അന്നത്തെ കാലത്ത് ഞാൻ പ്രസിഡന്റ് ആയിരുന്നത്. അത് എനിക്ക് നിങ്ങളൊക്കെ അറിയാം. ഈ CPM-ന്റെ DYFIയുടെ വലിയ സമര കോലാഹലങ്ങൾ സൃഷ്ടിച്ച് ഞാൻ കയറി 2 മാസം ആയിട്ടില്ല, അപ്പൊ തന്നെ സമരങ്ങൾ തുടങ്ങി. എന്താണ് അവരുടെ മുഖ്യ ആവശ്യം? എന്താണ്? ഈ പുഴയിലെ ചളിയും മണ്ണും നീക്കാത്ത പ്രസിഡന്റ് രാജിവെക്കുക എന്നുള്ള വലിയ ഒരു സമരമായിട്ടാണ് പഞ്ചായത്തിലേക്ക് വന്നത്. പക്ഷെ അന്ന് ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക തടസ്സങ്ങൾ, പെരുമാറ്റച്ചട്ടം ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. എന്നാലും അത് ഒരു പെരുമാറ്റച്ചട്ടം തീർന്നതോടെ എൻ്റെ കാലത്ത് ഒരു 85% അതിൽ മണ്ണും ചളിയും നീക്കം ചെയ്ത് അത് വീണ്ടും ഒരു പ്രളയം വന്നു. വീണ്ടും അതുപോലെ തന്നെ ചളിയും മണ്ണും അടിഞ്ഞുകൂടി. അന്ന് ഇതിൻ്റെ ഒരു വർഷക്കാലം കഴിഞ്ഞു. അതിനുശേഷം സൗക്കത്താണ് പ്രസിഡന്റ് ആയത്. അദ്ദേഹത്തിൻ്റെ വലിയ ശ്രമഫലമായിട്ട് 1.25 കോടി രൂപ അന്നത്തെ അതിൻ്റെ എസ്റ്റിമേറ്റ്, അത്രയും ചളിയും മണ്ണും അടിഞ്ഞുകൂടി 1.25 കോടി രൂപ നീക്കി വെച്ചു. അത് ഏതാണ്ട് ടെൻഡർ നടപടിയിലേക്ക് വരെ പോയിട്ടുണ്ടായി. പക്ഷെ അതെല്ലാം ആ സുപ്രഭാതത്തിലാണ് കരുവാരകുണ്ട് പഞ്ചായത്തിലെ ഇന്നത്തെ ഈ LDF-ന്റെ ഭരണസമിതി അവർ വലിയ വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് കൊടുത്തത്. ചെറിയിലെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ടൂറിസം മാത്രമല്ല, ഏതാണ്ട് 1500ഓളം കുടുംബങ്ങൾ കുടിവെള്ളം ഉപയോഗിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ ചെറ എന്ന് പറയുന്നത്. അങ്ങനെ അവർ വലിയൊരു വാഗ്ദാനം, 800 ആളുകളുടെ വെള്ളം മുടങ്ങിയപ്പോൾ ഈ മണ്ണിൽ ചളി മാറാത്തുണ്ട്. അപ്പം അതാണ് അവരെ മുഖ്യ അന്നത്തെ പ്രചാരണം. കാരണം ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് ഈ പുഴയിലെ ചളിയും മണ്ണും നീക്കുമെന്ന് ഈ കരുവാരകുണ്ട് ജനങ്ങളോട് മോഹന സുന്ദര വാഗ്ദാനം നൽകി. ഇന്ന് 5 വർഷമായി
ഒരു കൊട്ട മണൽ പോലും ആ പ്രദേശത്ത് മാറിയിട്ടില്ല. നിങ്ങൾക്കൊക്കെ പോയി കണ്ടാൽ ഇന്ന് നമ്മുടെ ജനങ്ങളെ ഉല്ലസിക്കുന്ന ആ 2 പ്രദേശങ്ങളും കാട് മൂടി കിടക്കുന്ന ഒരവസ്ഥയാണ് ഏതൊരു മനുഷ്യർക്കും കാണാം. അതാണ് ഞാൻ പറഞ്ഞത്, ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്തിട്ട് സംസ്ഥാന ഭരണം കൈകാര്യമായിട്ട് പഞ്ചായത്തിന്റെ ഭരണത്തിൽ ഒറ്റക്ക് ഭൂരിപക്ഷം ഉണ്ടായിട്ടും അവർക്ക് ചെയ്യാൻ കഴിയാത്തത് ഇനി എങ്ങനെ ചെയ്യും എന്നാണ് അവർ പറയുന്നത്. ആ ടൂറിസം പദ്ധതി ഞങ്ങൾ പറയുന്നു, മണ്ഡലത്തിൽ നിലക്ക് UDF നിലക്ക് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് 6 മാസത്തിനുള്ളിൽ സംസ്ഥാന ഭരണം മാറുമെന്ന് പൂർണ്ണ വിശ്വാസം നിൽക്കുന്നുണ്ട്. കാരണം കേരളത്തിലെ ജനങ്ങൾ ആകെ മടുത്തിരിക്കാണ്, അഴിമതിയിൽ മുങ്ങിപ്പൊളിച്ചിരിക്കാണ്. പിണറായി വിജയൻ എങ്ങനെയാണോ അഴിമതി നടത്തുന്നു അതിനെ കവിച്ചു വെക്കുന്ന രൂപത്തിലുള്ള വൻ അഴിമതികളാണ് കരുവാണ്ട് പഞ്ചായത്ത് ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കരുവാരുണ്ട് പഞ്ചായത്തിന്റെ 99% ഇവിടെ കാണുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് UDF ആണ്. അത് ഇവിടെ ഏതൊരു ജനങ്ങൾക്കും പറയാം. ഇവിടെ കോടികളുടെ പല പദ്ധതികളും ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. പാലങ്ങളാണെങ്കിലും റോഡുകളാണെങ്കിലും ഗ്രാമീണ റോഡുകളാണെങ്കിലും. പക്ഷെ എനിക്ക് ഒറ്റ ചോദ്യം ഈ പഞ്ചായത്ത് ഭരണസമിതിയോടും വൈസ് പ്രസിഡന്റിനോടും ചോദിക്കാനുള്ളത്. അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, നിങ്ങളൊക്കെ കണ്ടിരിക്കും. അയാളെ ഫേസ്ബുക്കിലെ പോസ്റ്റ് ഇപ്പോൾ പരിശോധിച്ചറിയാം. ഗ്രാമീണ റോഡുകൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി 3.25 കോടി രൂപ നീക്കി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പല റോഡുകളുടെയും നമ്മളെ വെള്ള വരയിട്ടുകൊണ്ടുള്ള റോഡുകളാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത്. ആ 3.25 കോടി രൂപ ലാപ്സായി പോയെന്നാണ് കേൾക്കുന്നത്. ലാപ്സായി പോയിട്ടുണ്ട്, റോഡ് എസ്റ്റാബ്ലിഷൻ വന്നിട്ടുണ്ട്. വിവിധ മേഖല റോഡുകളാണ്. ഏതൊക്കെയാണ്? കേരള റോഡ്, കൽക്കുണ്ട് റോഡ്, പുല്ലട്ട റോഡ്, അങ്ങനെ ഒട്ടനവധി റോഡുകൾക്ക് വേണ്ടിയുള്ള മെയിൻ്റനൻസ് ഫണ്ടാണ് അധികം. ഈ മെയിൻ്റനൻസ് ഫണ്ട് എന്ന് പറയുന്നത് അത് ചെലവഴിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടുന്ന ഇതിലാണ്. അപ്പോൾ ആ ഫണ്ടുകളൊന്നും നഷ്ടപ്പെടുത്തി എന്നല്ലാതെ അത് അവരുടെ ഭരണങ്ങൾ ഉണ്ടായിട്ട് പോലും ആ ഫണ്ട് തിരിച്ചു കൊടുക്കാനുള്ള ഒരു പ്രാപ്തി പോലും ഇവർക്കില്ല. സത്യത്തിൽ ഇവിടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നേരെ ചൊവ്വ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ പോലും കഴിവില്ലാത്തവരാണ് ഈ കരുവാരുണ്ട് പഞ്ചായത്ത് ഭരിക്കുന്നതും അവിടെ മെമ്പർമാർ. 1.5 കോടി രൂപയുടെ 1 കോടി ജില്ലാ പഞ്ചായത്തും 25 ലക്ഷം ബ്ലോക്ക് പഞ്ചായത്തും 20 ലക്ഷം പഞ്ചായത്തും വെച്ച് ഇവിടെ സാധാരണക്കാർക്ക് സ്ഥലം വാങ്ങിക്കൊടുത്ത 3 സെന്റ് സ്ഥലം. ആ സ്ഥലത്താണ് അധികം ലൈഫ് വീട് പണിതത്. പക്ഷെ ഞാൻ ചോദിക്കുന്നു, കരുവാണ്ട് പഞ്ചായത്തിൽ ആർക്കെങ്കിലും തൊണ്ടുഭൂമി സ്ഥലം വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? അതുപോലെ പ്രൊജക്ടർ വെച്ചിട്ടുണ്ടോ? ഒരു പ്രത്യേക പാക്കേജ് സംസ്ഥാന ഭരണം ഉണ്ടായിട്ട് എന്തെങ്കിലും അവരുടെ ഫണ്ട്, ഒരു വലിയ ഫണ്ട് ഇവിടേക്ക് കൊണ്ടുവരാൻ ഇന്ന് വരെ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് നിങ്ങൾ പഞ്ചായത്തിന് അധികാരത്തിൽ വന്നാല് CHS കിടത്തി ചികിത്സ തുടങ്ങും. അതിന്റെ ആരോഗ്യമന്ത്രി ആരാണ്? ഘടകകക്ഷിയല്ല, CPM-ന്റെ ആരോഗ്യമന്ത്രിയാണ്. അതാ ഞാൻ പറഞ്ഞത്, CPM-ന്റെ ആരോഗ്യമന്ത്രി, അതുപോലെ തന്നെ ടൂറിസം അവരെ ഇതെല്ലാം അവർക്ക് ഉപയോഗപ്പെടുത്താനും സാഹചര്യം ഉണ്ടായിട്ട് പോലും അവർ ഉപയോഗപ്പെടുത്താത്തതിന്റെ ഈ ജനങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ UDF 5 വർഷക്കാലം നഷ്ടപ്പെട്ടു എന്നുള്ള ഏതൊരു ജനങ്ങൾക്കും ഇന്ന് അവർ നെയ്യത്ത് കൈവച്ചുകൊണ്ട് അവർ പറയുകയാണ് ഇത് വലിയ മണ്ടത്തരമായി പോയി. കാരണം ഇത് ഭരിക്കാൻ അറിയാത്തവരാണ് പഞ്ചായത്ത് ഭരിക്കാൻ ഏൽപ്പിച്ചത്. പലവരും ചർച്ച ചെയ്യുന്നതാണ്. UDF തിരിച്ചു വരണമെന്നുള്ളത് കരുവാണ്ട് പഞ്ചായത്തിനല്ല സംസ്ഥാനം തന്നെ ആഗ്രഹിക്കുന്ന ഒരു വലിയ ഇതാണ്. അഴിമതിയിൽ മുങ്ങി കുളിച്ച ഈ പഞ്ചായത്ത് ഭരണസമിതിയെ പുറത്താക്കണമെന്നാണ് എന്ന് പറയുന്നത്. കരുവാണ്ട് പഞ്ചായത്ത് UDF-ന് പിണക്കാൻ വേണ്ടി വാർഡുകൾ വെട്ടി നുറുക്കി. എന്നിട്ടും ഇവിടെ എന്ത് സംഭവിച്ചു? 24 വാർഡുകളും പിടിച്ചെടുക്കാനുള്ള ശക്തമായ പ്രവർത്തനമായിട്ടാണ് ഇന്ന് UDF മുന്നോട്ട് പോകുന്നത്. 24 വാർഡിന് ഒരഭിപ്രായ സ്ഥലം ഞങ്ങൾ പോകും. ഞങ്ങൾ തമ്മിൽ കലക്കൽ വെള്ളത്തിന് ടീം എടുക്കാൻ ഒരിക്കലും CPM ഈ പ്രാവശ്യം അനുവദിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം നടത്തിയതിലുള്ള ഒരു UDF അല്ല. ഇവിടെ ശക്തമായ കെട്ടുറപ്പുള്ള ഒരു UDF ആയിരിക്കും ഈ കരുവാണ്ട ജനങ്ങൾ വരാൻ പോകുന്നത്. ഞങ്ങളെ വരുത്തിയാൽ ഞങ്ങൾ പറയുന്നു, ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ട ഫയർ സ്റ്റേഷൻ ആണെങ്കിലും ഇക്കോ ടൂറിസം ആണെങ്കിലും സബ് സ്റ്റേഷൻ ആണെങ്കിലും ഞങ്ങൾ പറയുന്നു സംസ്ഥാന വേണം, പഞ്ചായത്ത് വേണം. ഞങ്ങളുടെ കൈകളിലേക്ക് വന്നാൽ 1 വർഷത്തിനുള്ളിൽ ഇതെല്ലാം പൂർത്തീകരിച്ച് ജനങ്ങളെ മുമ്പിലേക്ക് വെക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. അത് ഞങ്ങൾ കഴിവുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ വെറുതെ എന്നല്ല,
കരിവാരുണ്ട് പഞ്ചായത്തിലെ 100% ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത UDF ആണ്. ഇന്ന് ആ UDF ആണ് ശക്തമായ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണ് കരുവാരകുണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇന്ന് കണ്ണാടിയിൽ നമ്മോടൊപ്പം പങ്കുചേർന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ ഭരണത്തിലൂടെ നഷ്ടപ്പെട്ട വികസനങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരുവാൻ UDF ഒറ്റക്കെട്ടായി നിന്ന് മത്സരിച്ച് ഭരിക്കുന്ന ആ ഗ്രാമപഞ്ചായത്ത് ഭരണത്തിലൂടെ കൊണ്ടുവരാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.